ഹർഷിന, പിഴവുകൾ തുടക്കഥയാവുകയാണ്. അതിൻ്റെ ജീവിക്കുന്ന ഒരു ഉദാഹരണം തന്നെയാണ്. ഇപ്പോഴും അതിൻ്റെ ദുരന്തം, അതിൻ്റെ ദുരനുഭവങ്ങൾ ഇപ്പോഴും ഇങ്ങനെ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒരാളാണ്. എത്ര വേദനയാണ് ഹർഷിന സഹിച്ചത്. ഇങ്ങനെ വീണ്ടും വീണ്ടും ഇതുപോലെ വീഴ്ച വരുന്നു എന്നുള്ള വാർത്തകൾ വരുമ്പോൾ ഹർഷിനയ്ക്ക് എന്താണ് അതിൽ പറയാനുള്ളത്? ഇത് ചികിത്സാ പിഴവുകൾ തുടർക്കഥയാകുന്നത് നമുക്ക് വളരെയധികം പ്രയാസം തോന്നുന്ന ഒരു കാര്യം തന്നെയാണ്. ഒരു പിഴവുകൾ മനുഷ്യ സഹജമാണ്. എന്നാലും ആരോഗ്യമേഖലയിലുള്ള പിഴവുകൾ എന്ന് പറഞ്ഞാൽ അതിന് പകരം കൊടുക്കാനില്ലാത്തതാണ്. കാരണം ഒരു മനുഷ്യൻ്റെ ജീവൻ അല്ലെങ്കിൽ ആ ഒരു വ്യക്തിയുടെ കുടുംബത്തിൻ്റെ ഒരു ജീവിതം തന്നെ താളം തെറ്റിക്കുന്ന രൂപത്തിലേക്കാണ് ആ ഒരു പിഴവ് കൊണ്ട് പോകുന്നത്. അതിൻ്റെ ഒരു 7 വർഷം കൊണ്ട് അനുഭവിക്കുന്ന ഒരാളെന്ന നിലക്ക് അത്രയും അധികം പ്രയാസങ്ങളാണ് അതുകൊണ്ട് മാത്രം വരുന്നത്. ഒരു ആർട്ടറി ഫോർസെപ്സ് വയറിൽ കുടുങ്ങിപ്പോവാന്നുള്ളത് ചെറിയൊരു കാര്യമല്ല. അത് വലിയൊരു അശ്രദ്ധയുടെ ഫലമായിട്ടാണ് അങ്ങനെ വരുന്നത്. അല്ലാതെ പിഴവുകളൊക്കെ വരും, മനുഷ്യനാണ്, ഡോക്ടേഴ്സ് ആയാലും വരും. അതുപോലെ അല്ലല്ലോ അവയവം മാറി ശസ്ത്രക്രിയ ചെയ്യുക, ഇത്രയും വലിയൊരു സർജിക്കൽ ഇൻസ്ട്രുമെൻ്റ് വയറ്റിൽ വെച്ചിട്ട് തുന്നിക്കൂട്ടുക, അതൊക്കെ വലിയ അശ്രദ്ധ തന്നെയാണ്. അപ്പം നമ്മുടെ മുന്നിൽ ഒരു സർജറി ടേബിളിൽ കിടക്കുന്നത് ഒരു മനുഷ്യ ജീവനാണ്, ഒരു കുടുംബത്തിൻ്റെ പ്രതീക്ഷയാണ്, ഒരു കുടുംബത്തിൻ്റെ തന്നെ ഒരു ഇതാണ് എന്നുള്ളത് ആ ഒരു സർജറി ടേബിളിന് മുന്നിൽ വരുന്ന ഡോക്ടേഴ്സ് ആയാലും ആരോഗ്യ പ്രവർത്തകരായാലും ആ ഒരു മനസ്സോടു കൂടി അതിൻ്റെ മുന്നിലേക്ക് വരണം എന്നുള്ളതാണ്. എല്ലാ ഡോക്ടേഴ്സും അല്ലെങ്കിൽ എല്ലാ ആരോഗ്യ പ്രവർത്തകരും ആ തരത്തിലുള്ളതാണ് എന്നല്ല. പക്ഷേ ചില ആളുകൾ ബാക്കിയുള്ള ഡോക്ടേഴ്സിന് മുഴുവൻ ഒരു അപമാനമാകുന്ന രൂപത്തിലേക്ക് മാറുമ്പോഴാണ് ഇങ്ങനെ എന്താ പറയുക, എൻ്റെ കാര്യത്തിലൊക്കെ ഈ ഒരു സംഭവം നമ്മൾ ഇത്രയും വലിയൊരു നെഗ്ലിജൻസ് സംഭവിച്ചിട്ട് പോലും ഇതിനെതിരെ ഒരു ഇമ്മീഡിയറ്റ് ആയിട്ട് ഒരു ആക്ഷൻ, ഒരു കർശനമായ ഒരു നടപടി എടുക്കുന്നില്ല എന്നുള്ളത് കൊണ്ട് തന്നെയാണ് ഇത് വീണ്ടും വീണ്ടും പിഴവുകൾ ഇതൊന്നും ചെയ്താൽ അല്ലെ നമ്മൾ അടുത്ത ചെറിയ പിഴവുകളൊന്നും വലിയ കുഴപ്പമില്ല എന്നുള്ള രൂപത്തിലേക്ക് ഉള്ള ഒരു ചെറിയ ലാഘവത്തോടു കൂടിയുള്ള ഒരു മനോഭാവം വരുന്നുണ്ട് ആളുകൾക്ക്, അല്ലെങ്കിൽ ആരോഗ്യ പ്രവർത്തകർക്ക് എന്നുള്ളതാണ്. ഒരു ഇത്രയും വലിയ പിഴവുകളൊക്കെ വരുമ്പോൾ ഇത്രയും പെട്ടെന്ന് അതിനൊരു പരിഹാരം കാണുന്നത്. ഞാൻ പോലും ഇപ്പം വലിയൊരു തെരുവിലേക്ക് 110 ദിവസം തെരുവിൽ സമര പോരാട്ടം നടത്തുന്ന അവസ്ഥയിലേക്കും എന്നിട്ട് പോലും പൂർണ്ണമായൊരു നീതിയിലേക്കോ ഒരു പരിഹാരത്തിലേക്കോ ഇതുവരെ എത്തിയിട്ടില്ല. ആ ഒരു സർജറിയെ തുടർന്നുണ്ടായ പ്രയാസം ഇപ്പോഴും അനുഭവിക്കുകയാണ്. ഇനി വരുന്ന ചൊവ്വാഴ്ച അടുത്തൊരു സർജറിക്ക് വേണ്ടി ഒരുങ്ങി നിൽക്കുകയാണ്. 3 ചെറിയ കുട്ടികളുടെ അമ്മയായ ഞാൻ വീട്ടിൽ സാധാരണ നമുക്ക് ചെയ്യാവുന്ന ജോലികൾ പോലും ചെയ്യാൻ പറ്റാത്ത അവസ്ഥയിലാണ് ഇപ്പോഴും ഉള്ളത്. 7 വർഷമായിട്ട് ദുരിതം അനുഭവിക്കുകയാണ്. നമ്മളെ ജീവിതം എന്ന് പറഞ്ഞാൽ ഒരു ജീവിതത്തിന് ഏറ്റവും നല്ലൊരു സമയം ഒരു 26-ാം വയസ്സിൽ തുടങ്ങിയ പ്രശ്നം 32-ാം വയസ്സിലും ഇപ്പോഴും അതിൻ്റെ ദുരിതം കൂടി വരിക എന്നല്ലാതെ നമ്മളെ ശരീരത്തിന് മാത്രമല്ല, നമ്മൾ സാമ്പത്തികമായിട്ടും മാനസികമായിട്ടും നമ്മളെ കുടുംബം മുഴുവനും ശരിക്കും താളം തെറ്റിയ അവസ്ഥയിലെത്തിയിരിക്കും. അതെ ഹർഷിന, നമുക്ക് മനസ്സിലാകുന്നുണ്ട് കൃത്യമായിട്ട്. ഇത് തുടക്കം മുതൽ ഞങ്ങൾ ഹർഷിനയ്ക്കൊപ്പം തന്നെ ഹൃദയപൂർവ്വം ഹർഷിനയോടൊപ്പം തന്നെ നമ്മൾ നിൽക്കുന്നുമുണ്ട്. ഹർഷിന പറഞ്ഞതെല്ലാം മനസ്സിലാകുന്നു. നന്ദി. ഇപ്പോൾ ഈ ഒരു അവസരത്തിൽ ഇത്തരം പ്രതികരണങ്ങൾ നമുക്ക് ആവശ്യമാണ്. കാരണം ഇതിനൊരു വീഴ്ചയെന്നോ പിഴവെന്നോ അല്ല വിശേഷിപ്പിക്കേണ്ടത്. ഗുരുതരമായ കുറ്റകൃത്യമായി തന്നെയാണ് ഇത്തരം വീഴ്ചകളെ എടുക്കേണ്ടത്. അതിൽ കർശനമായ നടപടികൾ ഉണ്ടാകട്ടെ. ഈ വാർത്ത വരുമ്പോൾ അതിനുള്ള പ്രതികരണങ്ങളെല്ലാം തന്നെ ആ രീതിയിൽ തന്നെയാണ് വരുന്നത്. ഏതായാലും വീഴ്ച വരുത്തിയ ഡോക്ടർക്കെതിരെ ആദ്യ നടപടി ഉണ്ടായിരിക്കുന്നു എന്നുള്ള വാർത്തയും ഇന്ന് എത്തി.